ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദനെ മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ. അതായത് വേദയുടെ സാന്നിധ്യവും വേദയുടെ സ്നേഹവും വേദയുടെ മനസ്സും ഒക്കെ ഇങ്ങനെ ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ വേദയോട് നല്ല മയത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വിക്രമിൻ്റെ അയൽപക്കത്തേക്ക് ഒരു പെൺകുട്ടി താമസം വരികയാണ്. എന്താ വിക്രമിൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അടുപ്പം നിലനിർത്തി വിക്രമിനോടാണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടിയിട്ട് വിക്രം പണ്ടൊരിക്കൽ ആരെയും ഉപദ്രവിക്കുകയോ തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പഴിവാങ്ങാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും കേട്ടോ. അയാൾക്ക് വേണ്ടിയിട്ട് പഴിവാങ്ങാൻ വന്ന ആ ഒരു പെൺകുട്ടിയായിരിക്കും ഇത്. പക്ഷെ ആരും തന്നെ അത് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും എന്താ നല്ലൊരു പെൺകുട്ടിയാണ്, എല്ലാ കാര്യത്തിനും ഉപകാരിയാണ് എന്നൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം ആ പെൺകുട്ടിയാണെങ്കിൽ വിക്രം മുറ്റത്ത്, അതായത് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ മതിലിനവിടെയും വിക്രമിൻ്റെ വീടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വിക്രം ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമേ. ഈ സമയത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ വീട്ടിനുള്ളിൽ നിന്നിട്ട് ഒച്ചത്തിൽ കരയാണ് കേട്ടോ. എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് വിക്രമാണെങ്കിൽ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ഓടി ചെല്ലുകയാണ്. അങ്ങനെ വിക്രം ഓടിച്ചെന്ന് അകത്തേക്ക് കയറുമ്പോഴായിരിക്കും ഗുണ്ടകൾ വന്ന് വെളിയിൽ കതക് കുറ്റിയിടുകയാണ്. അങ്ങനെ കതക് കുറ്റിയിടുന്നുണ്ട്. അപ്പോൾ വിക്രം ഉള്ളിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചത്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഒന്നും തന്നെ മിണ്ടുന്നില്ലേ. ഇപ്പം നീയല്ലേ ഒച്ച വെച്ചത്, എന്താ കാര്യം എന്താണെന്ന് പറയാം, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, അതോ നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ, എന്താണെന്ന് പറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കാൻ കേട്ടോ ആ പെൺകുട്ടി. ഇതേ സമയത്ത് ഗുണ്ടകളാണെങ്കിൽ ഓടി തന്നെ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാം ഈ പെൺകുട്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വരാനൊക്കെ ആ ഒരു ഇങ്ങനെ എന്താ സൗണ്ട് കേട്ടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ എന്താ നിങ്ങളൊക്കെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടെ ഒരു പെൺകുട്ടി അലമുറയിട്ട് കരയുന്നു, അവിടെ ആരും അകത്തുണ്ട്, നിങ്ങളൊന്ന് വരുമോ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചെന്നിട്ട് ആ കതക് അങ്ങ് തുറക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രാത്രി സമയത്തായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ഡോറ് തുറക്കാൻ കേട്ടോ. അപ്പോൾ കമലാമ്മയും മാഷും നന്ദിനിയും എല്ലാവരും ഉണ്ടായിരിക്കേ, വേദയും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. കതക് തുറക്കുമ്പോൾ അവിടെ പെട്ടെന്ന്, അതായത് ഇവരുടെ ആ ഒരു അനക്കം കേൾക്കുമ്പോഴേ പെൺകുട്ടി വിക്രമിൻ്റെ അടുക്കലേക്ക് പതിയെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്താണെന്നിങ്ങനെ വിക്രമാണെങ്കിൽ ആ പെൺകുട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴായിരിക്കും അവരെല്ലാവരും വന്നിട്ട് കതക് അങ്ങ് തുറക്കുന്നത്. അപ്പോൾ കതക് തുറക്കുമ്പോൾ കാണുന്നത് വിക്രമും ആ പെൺകുട്ടിയും ചേർന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ. വേദയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇച്ചിരി കൂടെ വിക്രമിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ട്രാപ്പായിരിക്കും. പക്ഷേ വിക്രം അതൊന്നും അറിയില്ല. പക്ഷേ വിക്രമിനെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കേട്ടോ വേദയും അതുപോലെ തന്നെ കുടുംബവും. പെട്ടെന്ന് ഇവരെ കാണുമ്പോഴത്തേനും വിക്രമാണെങ്കിലും ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്കുന്നുണ്ട് കേട്ടോ. എന്താടാ ഇത്, എന്തൊക്കെ നീ കാണിച്ചു കൂട്ടുന്നത്, വന്ന് നിൻ്റെ തോന്നിവാസം പെൺകുട്ടികളുടെ നേരെമായോ എന്നിങ്ങനെ കമലാമ്മ ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ വിക്രം പറഞ്ഞിട്ട് ഇല്ലമ്മേ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, നീ ഉദ്ദേശിച്ചതൊന്നും പറയണ്ട, നീ താലി കെട്ടിയ പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയല്ലേ. ഇത്രയും കാലം എൻ്റെ മകനെക്കുറിച്ച് ആരൊക്കെ എന്ത് പറഞ്ഞാലും ഒന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലായി നിൻ്റെ ഉള്ളിലെ ചതി, നിൻ്റെ ഉള്ളിലെ വഞ്ചന. എന്നാലും നീ ഞങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്തുപോലും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാണ്. അപ്പോൾ വേദന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വിക്രം. പക്ഷേ വേദയ്ക്ക് ഒന്നും തന്നെ മിണ്ടാനാവുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും തിരികെ പോകുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, എവിടേക്കാണ് നീ പറഞ്ഞത്, ഈ പടി നീ ചവിട്ടിപ്പോയേക്കല്ലേ, ഇത്രയും കാലം നീ എന്തൊക്കെ കാണിച്ചു, എന്തൊക്കെ ചെയ്തു, അതൊന്നും ഞാൻ ഓർക്കുന്നു അല്ലെ മനസ്സിൽ വെക്കുന്നു, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇന്ന് നീ കാണിച്ചത് അത് തെമ്മാടിത്തരമായി പോയി. നിനക്ക് വേണ്ടിയിട്ട് നീ ജീവിതം തെളിച്ചൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നീ മറന്നുപോയി. എത്ര പേരെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, എത്ര പേരുടെ കണ്ണീരിനാണ് നിനക്ക് സമാധാനം പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരച്ചിലായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് വേദയാണെങ്കിൽ ചങ്ക് തകർന്ന് നിൽക്കായിരിക്കുമേ. അതായത് വിക്രമിനെക്കുറിച്ച് ഇന്ന് വരെ ഈ ഒരു രീതിയിലുള്ള അപവാദങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ആളുകൾ കൂടി വിക്രമിനെ ഒരു റൂമിൽ ഒരു പെൺകുട്ടിയുമായിട്ട് പിടിച്ചു എന്ന് പറയുന്നത് അവൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും കേട്ടോ. സ്ത്രീകളോടൊക്കെ മാന്യമായ രീതിയിലാണ് വിക്രം പെരുമാറുന്നതെന്നും ഒക്കെയുള്ള ആ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു വേദയുടെ. പക്ഷേ എല്ലാം തകർന്നടിയുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. വേദ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഉടനെ കമലാമ്മ പറയുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക,
ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കുക. നിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നു. നീ എന്തെങ്കിലും ഒന്ന് പറ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാണമ്മേ? എന്തൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യൻ നന്നാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതും എല്ലാം എൻ്റെ ജീവിതം വരെ പക്ഷേ ഇപ്പോൾ എല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാൻ കേട്ടോ വേദ. ഈ സമയത്ത് ശ്രീചേട്ടത്തെയും കമലാമ്മയും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, എനിക്ക് അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നിന്നോട് തിരികെ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. അത് നിന്നോട് അത്രമാത്രം എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ നീ അതൊന്നും മനസ്സിലാക്കിയില്ല. എൻ്റെ വാക്കിന്, നിൻ്റെ വീട്ടുകാരുടെ വാക്കിന് ഒരു തുള്ളി പോലും വില കൽപ്പിക്കാതെ നീ ഇവിടെ തന്നെ പിന്നെയും കടിച്ചു തൂങ്ങുന്നത്. ഇപ്പം എന്തായി? നീ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നീ നന്നാക്കി എടുക്കുമെന്ന് വിശ്വസിച്ചിരുന്നവനാണോ ഇപ്പോൾ അതിലും വലിയ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിൽ നിൽക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ വിക്രമനാണെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയുന്നില്ല. അങ്ങനെ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ പെൺകുട്ടി പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് വിക്രമിനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ. വേദയും അതുപോലെ തന്നെ വേദയുടെ ആ ഒരു ഫ്രണ്ട് ശ്രീകാന്തും അങ്ങനെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ. വിക്രം അങ്ങനെ ജയിലിലാകുകയാണ് കേട്ടോ. വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വിക്രമിന് ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അടുക്കിലേക്ക് നമ്മുടെ വേദ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താണ് ഇന്ന് നടന്നതെന്നും സംഭവമൊക്കെ അറിയാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ വിക്രം പല തരത്തിലും പല രീതിയിലും തന്നെ മോശമായിട്ട് തന്നോട് പെരുമാറിയിട്ടുണ്ടെന്നും കുറേ നാളുകളായി ഇത് തുടങ്ങിയിട്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വേദേനെ ഇങ്ങനെ എരിവുകയറ്റുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെക്കുറിച്ച് വാതോരാതെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് കണ്ടിട്ട് വേദയ്ക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നിയെങ്കിലും വേദയെ കൺമുന്നിൽ കണ്ടതുകൊണ്ട് വേദ ഇതെല്ലാം വിശ്വസിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ അമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, നീ അങ്ങനൊന്നും പോകല്ലേ, ഇതിൽ എന്തോ ചതി സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ഞാൻ കുറച്ച് കാലമായി ഈ വീട്ടിൽ വന്നിട്ട് ഇന്ന് വരെ വിക്രമിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല. മറ്റു പെൺകുട്ടികളിലും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ആരുടെയെങ്കിലും കാല് തല്ലി ഒടിക്കും, കൈ തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷേ ഇങ്ങനൊരു സംഭവം അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ചതികളുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, എല്ലാവരും കൺമുന്നിൽ കണ്ട കാര്യം അതിൽ എന്ത് ചതി ഇരിക്കുന്നെന്ന ശ്രീചേട്ടത്തി പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, അവൻ ഇഷ്ടംപോലെ പേരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും അവനോട് പ്രതികാരം ചെയ്യാൻ വന്നാണെന്ന് പോലും പറയാനാവില്ല. പക്ഷേ വിക്രം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല വേദ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ വാക്കുകളിൽ എന്തോ ഒരു ഇത് നമുക്ക് നമ്മുടെ വേദയ്ക്കും ലഭിക്കുകയാണ്. അങ്ങനെ വേദയെ ഓർക്കുകയാണ്, ഇതിന് പിന്നിലെ സത്യം എന്താണെന്ന് എന്തായാലും തിരിച്ചറിയണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ വേദ ഒരു അന്വേഷണത്തിന് തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ അന്വേഷണത്തിന് ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും പണ്ട് വിക്രം തല്ലിയ ഒരാൾ പ്രതികാരത്തിന് വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വിറ്റ പെൺകുട്ടിയാണ് ഇതെന്നും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വേദ തിരിച്ചറിയാൻ കേട്ടോ. അങ്ങനെ വിക്രമിനെ ശ്രീകാന്തിൻ്റെ സഹായത്തോടു കൂടി ജയിലിൽ നിന്ന് ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന വേദനയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്.